നെക്സ്റ്റ് നമുക്ക് ഒരു മെത്തേഡിനുള്ളിൽ നമ്മൾ ഒരു പാരാമീറ്റേഴ്സ് ഡിക്ലെയർ ചെയ്ത ശേഷം നമുക്ക് എങ്ങനെ ഒരു വാല്യൂ പാസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാമെന്ന് നോക്കാം. പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ മെത്തേഡിനുള്ളിൽ കൊടുക്കുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വേരിയബിളിലോട്ട് നമ്മളൊരു വാല്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാല്യൂ നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കാവുന്നതാണ്. സോ ഉദാഹരണമായി ഞാനിവിടെ ഈ പ്രിൻ്റ് മെസ്സേജ് എന്ന് പറയുന്ന ഈ മെത്തേഡിൽ ഒരു പാരാമീറ്റർ ഡിക്ലെയർ ചെയ്യുന്നു. സ്ട്രിംഗ് എന്ന് പറയുന്ന ഒരു വേരിയബിളാണ് ഞാൻ കൊടുക്കുന്നത്. പാരാമീറ്ററിൻ്റെ ഞാൻ നെയിം എന്ന് തന്നെ കൊടുക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെ പ്രിൻ്റ് മെസ്സേജ് എന്ന് പറയുന്ന മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. സോ അതിൻ്റെ റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ കൊടുക്കുന്ന ഈ വേരിയബിൾ ഇതിനെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ നെയിം എന്ന് പറയുന്ന ഒരു പാരാമീറ്റേഴ്സും കൊടുത്തു. സോ ഇനി നമ്മൾ ഇവിടെ താഴെ പ്രിൻ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിച്ച് ഈ നെയിം എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. സോ നമ്മളിനി ഈ നെയിം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമ്മുടെ വാല്യൂസ് പാസ് ചെയ്യുന്നു, അതായത് നമ്മുടെ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നു. സോ നമുക്ക് ആർഗ്യുമെൻറ്റ് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ നമ്മൾ മെയിൻ മെത്തേഡിൽ വന്നതിന് ശേഷം നമ്മുടെ പ്രിൻ്റ് മെസ്സേജ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യുന്നു. അതിൻ്റെ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ഉദാഹരണമായി നമ്മൾ അനിൽ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഈ അനിൽ എന്ന് പറയുന്ന ഈ വാല്യൂ നമ്മൾ ഈ നെയിമിലോട്ട് പാസ് ചെയ്യും. നെയിം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് പാസ് ചെയ്യുന്നു. ശേഷം നമ്മുടെ ഈ പ്രിൻ്റ് മെസ്സേജ് എന്ന് പറയുന്ന മെത്തേഡിനുള്ളിൽ പ്രിൻ്റ് ലൈൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ആ നെയിം പ്രിൻ്റ് ചെയ്യുന്നു. സോ ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്കിവിടെ അനിൽ എന്ന് പറയുന്ന റിസൾട്ട് ലഭിച്ചു. ഇനി നമ്മൾ ഈ ജസ്റ്റ് ഇതൊന്ന് മോഡിഫൈ ചെയ്യുന്നു. നമ്മളിവിടെ ഹലോ എന്ന് കൊടുത്ത ശേഷം ഒരു പ്ലസ് സൈൻ കൊടുക്കുന്നു, നെയിം എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹലോ അനിൽ എന്ന് ലഭിക്കുന്നു. നമുക്കിവിടെ ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ഹലോക്കും അനിലിനും ഇടയിൽ ഒരു സ്പേസ് ലഭിക്കുന്നതാണ്. ഇനി നമ്മളിവിടെ പേര് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ജോൺ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ഹലോ ജോൺ എന്ന് ലഭിക്കുന്നു. അതുപോലെ നമുക്ക് എത്ര പേര് വേണമെങ്കിലും നമുക്ക് ഈ പ്രിൻ്റ് മെസ്സേജ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്ത ശേഷം ഉദാഹരണമായി ഞാനിവിടെ അജിത്ത് എന്ന് കൊടുക്കുന്നു. ഓക്കെ, സോ ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ ആദ്യത്തെ ഈ ഫംഗ്ഷന് റണ്ണായപ്പോൾ ഹലോ ജോൺ എന്ന് ലഭിച്ചു. രണ്ടാമത്തെ ഫംഗ്ഷൻ റണ്ണായപ്പോൾ ഹലോ അജിത്ത് എന്ന് ലഭിച്ചു. സോ നമ്മൾ ഈ പാസ് ചെയ്യുന്ന വാല്യൂവിനെ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നു. നമ്മൾ ഈ ഡിക്ലെയർ ചെയ്ത വേരിയബിളിനെ നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നു. ഈ വാല്യൂ നമ്മൾ ഈ പാരാമീറ്റേഴ്സിലോട്ട് പാസ് ചെയ്ത് ശേഷം അത് നമ്മുടെ ഈ പ്രിൻ്റ് മെസ്സേജിനുള്ളിലുള്ള പ്രോഗ്രാമിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇത്തരത്തിൽ നമുക്കൊരു മെത്തേഡിനുള്ളിൽ പാരാമീറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്ത് അതിലോട്ട് നമുക്ക് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് ഒരു മെത്തേഡിനുള്ളിൽ ഒന്നിൽ കൂടുതൽ പാരാമീറ്റേഴ്സ് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ ഞാനിവിടെ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റാറ്റിക് റിട്ടേൺ ടൈപ്പ് വോയിഡ് ഫൈൻഡ് സം എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ക്രിയേറ്റ് ചെയ്തത്. രണ്ട് സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള മെത്തേഡാണ്. സോ ഞാൻ ഇൻറ്റ് എ എന്ന് കൊടുക്കുന്നു, അതുപോലെ ഇൻറ്റ് ബി എന്ന് കൊടുക്കുന്നു. ഇങ്ങനെ രണ്ട് വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, ഇൻറ്റ് എ ഇൻറ്റ് ബി. ശേഷം കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഞാനിവിടെ എസ് ഔട്ട് എ പ്ലസ് ബി. സോ നമ്മൾ ഇനി ഈ എക്കും ബിയിലേറ്റും ഒരു ആർഗ്യുമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എക്കും ബിയിലേറ്റും ഒരു വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് എ പ്ലസ് ബി എന്ന് കൂട്ടിയ ഒരു തുകയായിരിക്കും നമുക്ക് പ്രിൻ്റായിട്ട് ലഭിക്കുക. സോ നമുക്കിവിടെ മെയിൻ മെത്തേഡിൽ വന്ന ശേഷം നമുക്ക് ആ ഫംഗ്ഷൻ കോൾ ചെയ്ത് ആർഗ്യുമെൻറ്റ് കൊടുക്കാം. നമ്മൾ കൊടുക്കുന്നത് 10,20 എന്നാണ്. സോ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് 30 ആണ്. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്താൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും നമുക്ക് 30 എന്ന് പറയുന്ന ഒരു റിസൾട്ട് ലഭിച്ചു.